മക്കളെ, ഇന്ന് നമ്മൾ പേട് എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അത് നിങ്ങൾ ആ ക്ലാസ് നിങ്ങൾ കാണണം. പിന്നീട് അതിന് ശേഷം ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കവിതയുടെ ആശയവുമാണ് നമ്മൾ എഴുതുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. फर्स्ट क्वेश्चन ആണ് धूप सिली तो बिगड़ गई कदरन कदरन छायाएं इससे क्या दृश्य उभर आता है. धूप सिली तो बिगड़ गई, വെയിൽ വന്നപ്പോൾ ചിതറിപ്പോയി, നിഴലുകൾ കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയി എന്ന് പറഞ്ഞല്ലോ. ഇസ്സേ ക്യാ ദൃശ്യ ഉബർ ആത്താ ഹെ, ഇതിൽ നിന്നും എന്ത് ദൃശ്യമാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചത്. ആൻസർ നമുക്ക് നോക്കാം. जब सूरज उगता है तो पेड़ की छाया कपड़े के टुकड़ों की तरह कई जगहों पर बिखर जाती है. അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മരത്തിന്റെ നിഴലുകൾ വസ്ത്രത്തിന്റെ കഷ്ണങ്ങൾ പോലെ പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് വെയിൽ വന്നാൽ, സൂര്യൻ ഉദിച്ച് വെയിൽ വന്ന സമയത്ത് മരങ്ങളിൽ വെയിൽ തട്ടുമ്പോൾ അതിൻ്റെ നിഴലുകളുണ്ടല്ലോ, ആ നിഴലിങ്ങനെ അവിടെ ഇവിടെയായിട്ട് ചിതറിക്കിടക്കുന്നതായിട്ട് തോന്നും. അതാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് നോക്കാം. मिट्टी रंग हवा पानी को जोड़ा दिया तराश इसका तात्पर्य क्या है എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് मिट्टी रंग हवा और पानी इन सभी प्राकृतिक तत्वों को एक साथ जोड़कर एक सुंदर और संतुलित रूप दिया है. മണ്ണ്, അതുപോലെ തന്നെ നിറം, വായു, വെള്ളം ഇതെല്ലാം ചേർത്തിട്ട്, ഈ പ്രാകൃതിക തത്വങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു സുന്ദരമായിട്ടും സന്തുലിതമായിട്ടുള്ള ഒരു രൂപം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. രംഗ് മഹക് കി ഹുയി സിലായി ഇസ്കാ മത്ലബ് ക്യാ ഹെ. രംഗ് എന്ന് പറഞ്ഞാൽ നിറം, സുഗന്ധം. ഹുയി സിലായി ഇതെല്ലാം തുന്നിച്ചേർത്തിരിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇസ്കാ മത്ലബ് യേ ഹേ കി, ഇതിന്റെ അർത്ഥം ഇതാണ്, എന്തെന്നാൽ പേടിനെ ഫൂലോം और पत्तों के माध्यम से रंग और खुशबू को एक साथ जोड़कर एक सुंदर दृश्य दिया है. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മരം, പൂവും അതുപോലെ തന്നെ ഇലയും, ഇലയിൽ നിറം ഉണ്ടാവും അല്ലേ, ഇലയുടെ നിറവും അതുപോലെ തന്നെ വൃക്ഷം അതിൻ്റെ പൂക്കളിലൂടെയും ഇലകളിലൂടെയും നിറവും സുഗന്ധവും സംയോജിപ്പിച്ച് മനോഹരമായ ഒരു കാഴ്ച നൽകുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ. വൻകെ പേടമേ വൻകെ സ്വാദ് സിലേഹേ, ഇതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. आंसर നോക്കാം. जंगल के पेड़ अपने आप में पूरे जंगल की विशेषताओं और स्वादों को समेटे हुए हैं. കാട്ടിലെ മരങ്ങൾ മുഴുവൻ കാടിൻ്റെയും സവിശേഷതകളും രുചികളും, കാട്ടിലെ മരങ്ങൾ, കാട് അതായത് കാടിൻ്റെ ഒരു ഭംഗി അല്ലേ, ജംഗൽ കെ പേട് കാട്ടുമരങ്ങൾ, അപ്പനെ ആപ്പമേ പൂരെ ജംഗൽ കി വിശേഷതയെ, കാടിൻ്റെ മുഴുവൻ വിശേഷത ഈ കാട്ടുമരങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ സ്വാദോം കെ സമയട്ടെ ഹുയേ, അതുപോലെ തന്നെ സവിശേഷതകളും കൂടാതെ അതിൻ്റെതായിട്ടുള്ള രുചികളും അതിലടങ്ങിയിരിക്കുന്നു. സ്വാദോം കോ സമയട്ടെ ഹുയേ, ഓരോ മരത്തിലും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളും അതിൻ്റെ പഴങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള സ്വാദ് രുചികളും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താഴെ ശബ്ദവും കവചിതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. പേടുക്കോ ദർജി ക്യോ കഹാ ഗയാ ഹെ, അതാണ് നമ്മൾ നോക്കുന്നത്. ചർച്ച കരയും കവിതാക്ക ആശയിലിക്കുകയും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇനി പറയാൻ പോകുന്നത്. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. നോക്കാം. पेड़ सुशील शुक्ल जी का एक सुंदर कविता है. पेड़ സുശീൽ ശുക്ലജിയുടെ ഒരു സുന്ദരമായ കവിതയാണ്.
इस कविता में पेड़ को एक दर्जी के रूप में दर्शाया गया है. ഈ കവിതയിൽ മരത്തിനെ ഒരു തയ്യൽക്കാരനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബാലസാഹിത്യകാരനാണ് സുശീൽ ശുക്ലജി എന്ന് കൂടെ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എന്താണ് പറയുക ഷോർട്ടാക്കി എഴുതിയത് കേട്ടോ. जिस प्रकार एक दर्जी सुंदर कपड़े सिलता है उसी प्रकार माया प्रकृति भी इन सभी तत्वों मिट्टी पानी और हवा को सिलाकर हमें सुंदरता और जीवन प्रदान करती है. എപ്രകാരമാണോ ഒരു തയ്യൽക്കാരൻ സുന്ദരമായ വസ്ത്രങ്ങൾ തുന്നുന്നത്, വളരെ മനോഹരമായിട്ട് ഡ്രസ്സ് അവർ തുണി കൊണ്ട് തയ്ച്ചുണ്ടാക്കൂ അല്ലെ, ഉസി പ്രകാർ ഇപ്രകാരം പ്രകൃതി ബി ഇൻ സബി തത്വങ്കോ പ്രകൃതി മണ്ണ് വെള്ളം വായു സൂര്യപ്രകാശം ഇതെല്ലാം ചേർത്തിട്ട് സുന്ദരവും അതുപോലെ തന്നെ ജീവൻ പ്രദാനം കർത്തിയ ജീവൻദായകമായിട്ടുള്ള ഒരു പ്രകൃതി പ്രദാനം ചെയ്യുന്നു. തഥാ ഏക്ക് സമ്പൂർണ്ണ നയേ സംസാർ കാ നിർമ്മാൺ കർത്തി ഹെ കൂടെ തന്നെ ഒരു പുതിയ സംസ്കാരത്തിന്റെ നിർമ്മാണം നടത്തുന്നു. സംസാർ പുതിയൊരു ലോകം, സംസാർ പുതിയൊരു ലോകമാണ് സൃഷ്ടിക്കുന്നത്. इस कविता में कवि ने പ്രകൃതി की സുന്ദരത और വിവിധത का ചിത്രണം किया है. ഈ കവിതയിൽ കവി പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ വൈവിധ്യവുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. यह एक सुंदर कविता है इसमें सरल भाषा का प्रयोग किया गया है. ഇതൊരു സുന്ദരമായ കവിതയാണ്. ഇതിൽ ഇസ്മേ ഇവിടെ മാ കഴിഞ്ഞിട്ട് ഒരു വരയാണുള്ളത്, ഒരു വരയും ഡോട്ടുമാണ്. ഇസ്മേം സരൾ ഭാഷ കാ പ്രयोग किया गया है. ഈ കവിതയിൽ സരളമായ ലളിതമായ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കവിതയുടെ ആശയം എഴുതുമ്പോൾ 3 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. ആദ്യം തന്നെ കവിയെ കുറിച്ച് എഴുതുക. രണ്ടാമത്തത് എന്താണോ നമ്മൾ കവിതയിൽ പഠിച്ചത് ആ ആശയമാണ് രണ്ടാമത് എഴുതേണ്ടത്. മൂന്നാമതായിട്ട് ആ കവിതയെ കുറിച്ച് ലാസ്റ്റ് ഒരു കൺക്ലൂഷനാണ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ ഏതൊരു കവിത ചോദിച്ചാലും ഈ ലാസ്റ്റിൽ മൂന്നാമത് തന്നിരിക്കുന്ന ഈ വരി തന്നെ നിങ്ങൾക്ക് ഏത് കവിതയിലേക്ക് ഉപയോഗപ്പെടുത്താം. ഏക സുന്ദർ കവിത ഹെ ഇസ്മേ സരൽ ഭാഷ കാ പ്രयोग किया गया है എന്ന് ചേർത്താൽ മതി. എല്ലാ കവിതയ്ക്ക് അനുസരിച്ച് വേണം നിങ്ങൾ താഴെ കൊടുക്കാൻ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർ ഈ വരി തന്നെ പഠിച്ചു വെക്കുക. ഏത് കവിതയുടെ ആശയം വന്നാലും ഈ സെൻറ്റൻസ് എഴുതാം. മൂന്നാമത്തതായിട്ട് ഈ സെൻറ്റൻസ് എഴുതാം. ഇതൊരു സുന്ദരമായ കവിതയാണ്, ഇതിൽ ലളിതമായ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ഇത് എഴുതി വെക്കുക. ഓക്കെ, മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് കേട്ടോ. അങ്ങനെ എഴുതിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയുന്നതല്ല. മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ പാരഗ്രാഫ് അതിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് എഴുതാം. ഫസ്റ്റ് കവിയെ കുറിച്ച് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കത്തെഴുതാനാണ്. ലാസ്റ്റ് നമ്മളിതാ കവിത ആപ്കോ കൈസേ ലഗി, കവിത നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, നല്ല കവിതയായിരുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായമാണ് ചോദിച്ചത്. അപ്പനാ മത്ത് പ്രകട കർത്തേ ഹുയെ കവിക്ക് നാം പത്ര ലിഖിയും, നിങ്ങളുടെ മത്ത് നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കിക്കൊണ്ട് കവിയുടെ പേരിൽ കത്തെഴുതാനാണ് പറഞ്ഞത്. നമുക്ക് ആൻസർ നോക്കാം. പത്ര കവിക്ക് എഴുതുന്ന കത്താണ്. പ്രിയ കവി സുശീൽ ശുക്ലജി. ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, പ്രിയ കവി സുശീൽ ശുക്ലജി എന്നെഴുതാം. അല്ലെങ്കിൽ പ്രിയ കവി ജി എന്ന് മാത്രം എഴുതാം. അതല്ലെങ്കിൽ പ്രിയ കവി മഹോദയ് എന്നെഴുതാം. ഓക്കെ, ഇത് പേര് നിങ്ങൾ പഠിച്ചതുകൊണ്ട് പ്രിയ കവി സുശീൽ ശുക്ലജി എന്നെഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നാം. എന്നിട്ട് നമസ്തേ എന്നെഴുതാം. അതിനുശേഷം ആപ്കി കവിത പേട് പഠിക്കർ ബഹുത്ത് അച്ഛാ ലഗ, നിങ്ങളുടെ കവിത പേട് പഠിച്ചപ്പോൾ നല്ല രസം തോന്നി, നല്ല കവിതയായിട്ട് തോന്നി. ആപ്നെ പേട് കോ ഏക് ദർജി കെ രൂപ में പ്രസ്തുത കിയാ ഹെ, താങ്കൾ മരത്തിനെ ഒരു തയ്യൽക്കാരനായി പ്രസിദ്ധീകരിച്ചിട്ട് പ്രകൃതിക്കോ സുന്ദരത और ഉപയോഗിത बहुत ही രചനാത്മക ढंग से दिखाया है, പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഉപയോഗവും വളരെ മനോഹരമായ രീതിയിൽ കാണിച്ചിരിക്കുന്നു. കവിതാസെ ഹമേം പേടിക്ക് മഹത്താക്ക എഹ്സാസ് ഹുവ, കവിതയിൽ നിന്നും മരത്തിൻ്റെ മഹത്വത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കുണ്ടായി. ഔർ യഹ് ബി സമജ് മേ ആയാക്കി, കൂടാതെ ഇതുകൂടെ മനസ്സിലാക്കാൻ പറ്റി.
വഹ് ജീവൻ കോ കിത്തന സുന്ദർ ഓർ ഉപയോഗി ബനാത്ത ഹെ. അത് ജീവിതത്തെ എത്രമാത്രം സുന്ദരവും അതുപോലെ തന്നെ ഉപയോഗമുള്ളതുമാക്കി തീർക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആപ്കി കവിത പ്രേരണാദായക് ഹെ. താങ്കളുടെ കവിത ഒരു പ്രേരണാത്മക കവിതയാണ്. ധന്യവാദ്. സുശീൽ ശുക്ലജി, മധ്യപ്രദേശ്, ഹോഷങ്കാബാദ്. എന്നിട്ട് നമ്മളിവിടെ അഡ്രസ്സ് എഴുതുക. ഇവിടെ സേവാമയം എന്നെഴുതണം കേട്ടോ. സേവാമയം എന്നെഴുതണം. 2 അഡ്രസ്സിനാണ് സേവാമയം എന്നെഴുതുക. സേവാമയം സേവാന്ന് എഴുതുക. അതിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. സേവാമയം. ഇവിടെ സേവാമയം എന്ന് എഴുതണം കേട്ടോ. സേവാമയം. സുശീൽ ശുക്ലജി, മധ്യപ്രദേശ്, ഹോഷങ്കാബാദ് എന്ന് എഴുതാം. നമ്മൾക്ക് ആ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാനുണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടും. സുശീൽ ശുക്ലജി മധ്യപ്രദേശിലാണ്, ഹോഷങ്കാബാദിലാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. ഇനി അടുത്തത് ആപ്കാ ഹി പ്രിയ പാഠക് നാം ഹസ്താക്ഷർ. നമ്മുടെ അഡ്രസ്സാണ് ഇവിടെ. താങ്കളുടെ പ്രിയ പാഠകൻ, താങ്കളുടെ പ്രിയ വായനക്കാരൻ, പേര്, ഹസ്താക്ഷർ. ഓക്കെ, അത്രയാണ് ലെറ്റർ ഉള്ളത്. നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാനിതിൻ്റെ വീഡിയോ ചെയ്തത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അതുകൂടെ നിങ്ങൾ കാണണം. 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പേട് എന്ന കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. നിങ്ങളത് നോക്കിയിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.